യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം ജനനം തൊട്ടു തുടങ്ങും നാടകമണിമുടി നല്ലൊരു ചടങ്ങ് നടക്കാൻ പോകുന്ന ദിവസമായിട്ട് നിങ്ങൾ കളിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് മോളുടെ മുഖത്തൊരു സന്തോഷം കണ്ട. ഈ കളക്ടർ കല്യാണം കഴിച്ചു കഴിയുമ്പോഴേ നമ്മളെയൊക്കെ അങ്ങ് മറന്നു കളയോത്താ. ഉപ്പുകണ്ടം പ്രദേശത്തിന്റെ പെങ്ങളെ കല്യാണം ഭംഗിയായിട്ട് നടത്തണം, എത്ര കാശ് ചെലവായാലും. പിന്നെ അല്ലാതെ വരാൻ സമയമായില്ലേ? നീ ആ കാറൊക്കെ ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞേ. മാറ്റിയിടാ കാർ മടയിലാടാ കാറിട്ടേക്കുന്നത്. എന്തുവാടേ എടാ ബ്രോക്കർ കണ്ടില്ലല്ലോ. ബ്രോക്കറെ കണ്ടില്ല. ഇവരിത് എവിടെ പോയി കിടക്കുന്നു? നമസ്കാരം. 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 ഇവിടെ ചെറുക്കനും കൂട്ടരും എവിടെ? ചെറുക്കനും കൂട്ടരും എവിടെ? ചെറുക്കാൻ വരൂല. ചെറുക്കാൻ വരൂല, അത്ര തന്നെ. അതെന്തെന്ന് ഇട ഉപ്പുകണ്ടം പ്രദേശത്തിന്റെ ഇളയ പെങ്ങളുടെ ആണ് കല്യാണാലോചന എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞ് അതാണ് പ്രശ്നമായത്. അവര് നിങ്ങളെ കുറിച്ച് നാട്ടിൽ അന്വേഷിച്ച് ഉപ്പുകണ്ടം പ്രദേശം വലിയ കാര്യമാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി നാട്ടിൽ ഇറങ്ങി അന്വേഷിക്കണം. പിന്നെ വെടിവെയ്പ്പ്, ഗുണ്ടായിസം, കള്ളവാറ്റ്, ഏതെങ്കിലും നല്ലൊരു ചെറുക്ക ഇവിടെ കുടുംബം ഇത് അന്വേഷിച്ച് വരുമോ? നിങ്ങൾ എന്നെ അടിച്ചിട്ട് കാര്യമുണ്ടാ? നിങ്ങൾ ഗുണ്ടായിസം കാണിക്കുന്ന കാര്യം നാട്ടിൽ മൊത്തം അറിയാം. ഈ നാട്ടിൽ നിന്ന് എന്തായാലും ആ കൊച്ചിനൊരു ആലോചന വരും, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ദേവിയെ, ജാതകദോഷമുള്ള കൊച്ചായിരുന്നു. ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ 14 വർഷം കഴിഞ്ഞിട്ട് കല്യാണം നടക്കുള്ളൂ. നീ ഒന്ന് സമാധാനായിട്ടിരി. എങ്ങനെ സമാധാനായിട്ടിരിക്കും? എല്ലാം കൊണ്ട് ചേർന്ന ഒരു ബന്ധമായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി കളക്ടറിനെ മന്ത്രിനെ ആരെ നോക്കി നിൽക്കണ്ട. ജാതകം ചേർന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചങ്ങോട്ട് കെട്ടിക്കാൻ നോക്ക്. അപ്പൊ നമ്മൾ സ്റ്റാറ്റസ് നോക്കി കൊച്ചിന്റെ കല്യാണം നടക്കും. പിന്നെ നിങ്ങള് അടിക്കൂലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ ജാതകമൊക്കെ നോക്കി നടക്കുന്നതിന്റെ കൂട്ടത്ത് അറിയാലോ, 4-5 കൊല്ലം കൊണ്ട് ഈ കൊച്ചിനെ നോക്കുന്നു, ഒന്നും ചേരുന്നില്ല. ഇപ്പം കളക്ടർ ചേർന്ന് വന്ന് നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അവര് പോയി. പക്ഷേ ഈ മോളുടെ ജാതകം ചേരുന്ന ഒരു പയ്യൻ ഈ നാട്ടിലുണ്ട്. ചെറുക്കൻ ഒരു ബംഗാളിയാണ്. എന്നെ കൊന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് കാശ് പ്രശ്നമില്ലെന്ന് പറഞ്ഞു, ആള് പ്രശ്നമില്ലെന്ന് പറഞ്ഞു, ജാതകം ചേരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പയ്യനുണ്ട്, അവൻ ബംഗാളിയായി പോയതിന് എന്താണ് തെറ്റ്? ബ്രോക്കറെ, കണ്ണി കണ്ട ബംഗാളികൾക്കൊന്നും ഞങ്ങളുടെ കൊച്ചിനെ പിടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുമല്ല, ഈ ബംഗാളിക്ക് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പോലെ മനസ്സിലാവോ? ബംഗാളിയെ കെട്ടിച്ചു കൊടുത്തല്ലേ ഞങ്ങൾ ഈ നാട്ടുകാരെ മൂത്തേക്ക് കൂടാ. അല്ല, നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. എനിക്കറിയാന്നുള്ളത് ഈ ജാതകം നോക്കിയ ചെറുക്കന് അങ്ങനെ വലിയ ബംഗാളി ലുക്കൊന്നുമല്ല. അത്യാവശ്യം കാണാൻ ഒരു മലയാളി ലുക്കാണ്. പിന്നെ അവൻ നല്ലവണ്ണം മലയാളം പറയുകയും ചെയ്യും. പറയൂല്ലേ? മലയാളം പറയൂ? മലയാളം പറയും, അത്യാവശ്യം പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഭഗവാനെ നടക്കണേ, അവനെ പറ്റിച്ച് കുറച്ച് പൈസ എങ്ങനെയെങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്കത് ആലോചിക്കാം. അതാണ് ചെറുക്കൻ മലയാളത്തിലൊക്കെ സൂപ്പറായിട്ട് സംസാരിക്കും. അപ്പൊ ഞങ്ങള് അതറിയാൻ വേണ്ടി മലയാളത്തില് ചില കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കും. അതൊന്നും വിഷയമുള്ള കേസല്ല. എന്നാലും പിന്നെ നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നത്? ഇപ്പൊ നമ്മള് നാട്ടുകാരനുസരിച്ചേ എന്താ പേര്, എവിടെയാ സ്ഥലം, വീട്ടിലാരൊക്കെ ഉണ്ട്, അല്ല അത് ചോദിക്കണമല്ലോ. നമ്മൾ ഒരാൾ കുടുംബത്തിലോട്ട് കയറി വരുമ്പോ ഇതൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കണം. അത് മര്യാദ. പിന്നെ ഈ കല്യാണത്തിന് എത്ര പേര് വരുമെന്ന് നമുക്ക് അറിയണമല്ലോ. കാരണം VIP-കളോ മന്ത്രിമാരോ സെലിബ്രിറ്റിയോ ഒക്കെ വന്ന് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്യണം. ഫുഡ് എനിക്കാണ്. ഉപ്പുകണ്ടം പ്രദേശത്തിന്റെ വില കളയാൻ പറ്റുമോ? പിന്നെ ഞാനൊരു പ്രാന്തനാന്നറിയാലോ. അത് നാട്ടുകാർക്ക് മൊത്തം അറിയാം പ്രാന്തനാണ്. അതല്ല, വണ്ടി പ്രാന്തൻ. 5-6 ബുള്ളറ്റൊക്കെ ഉള്ള എനിക്ക്. അപ്പൊ ഞാൻ അവനെ ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുത്താൽ പൊന്നു പോലെ നോക്കുമെന്ന് എനിക്കറിയണം. ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നു? അത് ഞാൻ ചോദിക്കാം. അവൻ മറ്റു നോക്കുമല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കാം. എന്റെ കൊച്ചിന് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ഉണക്കമീൻ കൊടുത്തു വിടും. അത് എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്നും അറിയാം. അയ്യോ, ഇത് ഇങ്ങനെ നാത്തൂൻ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കണ്ടു പഠിക്കണം. ഈ സീരിയലിലേക്ക് എന്താണ് കാണിക്കുന്നത്? ഇതാണ് സ്നേഹം. അതൊക്കെ പൊട്ട്. അപ്പൊ എന്ന് വരും? എന്ന് വരണം. അല്ല, ഒരു കാര്യം ചെയ്യാം. എന്തായാലും നിങ്ങൾ ഇന്ന് ഒരു ചെറുക്കനെ കാണാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചു. കൊച്ചു ഒരുങ്ങുകയും ചെയ്തു. മാറ്റി വെക്കണ്ട, ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് വരാം. പിന്നെ ഓക്കെ, അത് അവളോട് പോയി പറഞ്ഞു. അപ്പൊ ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് കയറി പാടാ. ആവോടാ, ആവോ.
നീ ഒരു പെണ്ണ് കാണാനാടാ വന്നത്, കളയിടാത് എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ. क्या भाई क्या भाई എടാ, എന്റെ പൊന്നു കൂട്ടുകാരാ, നീ ഹിന്ദി പറയരുത്. ഞാൻ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞില്ലേ മലയാളം മിഹി ബോൽന. മലയാളം മലയാളത്തിലേ പറയാവൂ. മലയാളം കൊലയ്ക്ക് കൊടുക്കരുത്, ഗുണ്ടകളാണ് കേട്ടാ. അച്ഛാ. കാലം കഴിയണം കേട്ടാ. അപ്പോ ഞാൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആ ചോദ്യങ്ങളെ അവര് ചോദിക്കും. മലയാളം ആ മലയാളത്തിൽ അവർ ചോദിക്കും, പറയുമല്ലോ. പറയും. ഒന്നുകൂടെ റിഹേഴ്സൽ ചെയ്ത് നോക്കണോ? റിഹേഴ്സൽ नहीं चाहिए റിഹേഴ്സൽ വേണം. रिहर्सल नहीं चाहिए भाई നിനക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം. 2 പിള്ളേർ വീട്ടിലുണ്ട്. ഞാൻ ചോദിക്കും, അവര് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഞാൻ എല്ലാം എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. बोलो 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 भैया ഞാൻ മലയാളത്തിൽ ചോദിക്കും, മലയാളത്തിൽ പറയണം. बोलो भैया എന്താണ് നിന്റെ പേര്? बोलो राम നിന്റെ വീട് എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അനിയനുണ്ട്. ആ പിന്നെ അടുത്തവൻ ചോദിക്കാൻ നിന്റെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ നിന്ന് കല്യാണത്തിന് എത്ര പേര് വരും? കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു 100-150 പേര് വരും. അത്രയും കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചോദിക്കും, അച്ഛാ സൂപ്പറേ. പക്ഷേ ഇത് പറയരുത്, ഉള്ളിലേ പറയാവൂ. അച്ഛാ കുച്ചാക്ക് അകത്തേ പറയാവൂ. മലയാളം മാത്രമേ ഇവിടെ പറയാവൂ. അവനൊക്കെ അത് കഴിഞ്ഞിട്ട് ചോദിക്കും, വലിയ കാശുകാരാണ്, മന്ത്രിമാരോ VIP കളൊക്കെ വരുമെന്നുള്ള അടുത്ത ചോദ്യമാണ്. അതിന് നീ എന്ത് പറയും? അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അതല്ല. ചിലപ്പോ വരും, ചിലപ്പോ വരില്ല. ഇല്ല, മാറില്ല. ചിലപ്പോ വരും, ചിലപ്പോ വരില്ല. അത് കഴിഞ്ഞിട്ട് ഒരുത്തൻ നിനക്കൊരു ബുള്ളറ്റ് വാങ്ങിച്ചു തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏക്ക് ബുള്ളറ്റ് തുച്ചുക്കോ ചാതിക്കേ ബാത്. ഞാൻ പൊന്നുപോലെ നോക്കും. അങ്ങനെ പൊന്നുപോലെ നോക്കും. അങ്ങനെ പിന്നെ എന്റെ അനിയൻ ചോദിച്ചാ ഞാൻ കൊടുക്കും. അത് കുഴപ്പമില്ല. അനിയല്ലേ, അത് സഹോദര സ്നേഹം. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ പറയുന്നു പറഞ്ഞ ഈ മച്ചിലി ഇല്ലേ, മച്ചിലി ഉണക്ക മച്ചിലി, അത് ഇവിടുത്തെ കൊച്ചിന് ഇഷ്ടമാണ്. അത് കുറെ തന്നു വിടാനാണ് പ്ലാനിങ്. അത് തന്നു വിട്ട് കഴിഞ്ഞാൽ കളയരുത്, അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നീ നല്ലതാണ് കൊള്ളാന്ന് പറയാം. അപ്പൊ നീ എന്താണ് മറുപടി പറയാൻ പോകുന്നത്? ലാസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം 4 വലിച്ചു കയറി ഉപ്പും കുരുമുളകും തേച്ച് ഞാൻ ഉണക്കാൻ വെക്കും. മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് വറുത്ത് തിന്നാമല്ലോ. ഇത് നീ അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറയാം, ഈ കല്യാണം ഞാൻ നടത്തി തരും. പിന്നെ ഇവിടത്തെ മുതലാളി നീയാണ്. നീ പിന്നെ ബംഗാളിയല്ല. ഒരു ഇത്തിരി ഇത് നമസ്കാരം. മലയാളത്തിൽ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബംഗാളിയുടെ എന്തെങ്കിലും ലുക്കുണ്ട്. ഇല്ല അന്യ മലയാളി. നമസ്കാരം. അയ്യോ മലയാളം. അതെ, മലയാളത്തിലായാലും ഹിന്ദിയിലായാലും നമസ്കാരം തന്നെ. പിന്നെ എന്നാലും നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. പെണ്ണിനെ ആദ്യം വിളിക്കാം, രാഘവനത്തിന് ചടങ്ങ് കാണാം. അതെ മോളെ നമസ്കാരം. പറഞ്ഞു അത് മതി. പെണ്ണ് വരെ ചായ ലേക്കർ ലടുക്കി ആയക ആക്രാന്തൻ നഹി കൺട്രോൾ. ചായ ആനയൊക്കെ തരും. ഓ বসে বসে ভাবি আমি সারাদিন কি করে মেটাবো তোমার এই ঋণ। বসে বসে ভাবি আমি সারাদিন അതെ, ഈ പെണ്ണും ചെറുക്കനുമായിട്ട് സംസാരിക്കുന്നതൊക്കെ അല്പം കഴിഞ്ഞാ മതി. അതിനുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. മോളകത്ത് പോയിക്കോട്ടല്ലേ? മക്കളൊക്കെ ആക്രാന്തൻ നഹി. ചോദിക്കുന്നത് ഓർത്ത് വേണം പറഞ്ഞു. ഒരു കാരണവശാലും ഹിന്ദി പറയരുത് കേട്ടാ. അല്ല ചെറുക്കത്തെ കാര്യം അവിടെ വളരെ നാട്ടു നടപ്പനുസരിച്ച് എന്താ പേര്? ബോലോറാം. നമസ്കാരം. പിന്നെ എവിടെയാ സ്ഥലം? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ. മലയാളം പറഞ്ഞ മനസ്സിലാവും കേട്ടാ. പിന്നെ നമ്മുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അനിയനുണ്ട്. അയ്യോ എല്ലാവരും ഉണ്ട്. എന്ത് നല്ലതായിട്ട് പറയുന്നല്ലേ. എന്ത് നന്നായിട്ടാ മലയാളം പറയുന്നത്. അപ്പൊ നമുക്ക് എന്ന് കല്യാണം വെക്കാം. നമസ്കാരം. വിനയം. അതെ മോനെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് നീ ഇതിനെ നാണിക്കാതെ, നമ്മൾ ഇവിടുത്തെ ആളായില്ലേ. മോനെ മാറി നിൽക്കാതെ. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ കല്യാണം നമുക്ക് നടത്താം. അപ്പൊ ഞങ്ങള് ഉപ്പുകണ്ടം പ്രദേശം എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള, അയ്യോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാരമ്പര്യമുള്ള കുടുംബമാണോ ഇതെന്നൊന്നും അറിയണമല്ലോ. ആണ്. നിന്റെ അച്ഛനാര്?
നിന്റെ അങ്ങനെ അച്ഛനെ കുറിച്ച് പറ. അല്ല അതല്ല ഈ നമ്മൾ അതല്ലല്ല ചോദിക്കേണ്ടത്. നമ്മൾ നേരത്തെ പ്ലാൻ വെച്ച ചോദ്യം അതല്ലല്ല. കല്യാണത്തിന് എത്ര പേര് വരും, ഊണ് റെഡിയാക്കാൻ, അതല്ലേ സാറ് ചോദിക്കേണ്ടത്? എന്റെ വീട്ടിൽ വന്ന ചെറുക്കനോട് എന്ത് ചോദിക്കണം, ഏത് ചോദിക്കണം, ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ല നീയല്ല. മനസ്സിലായ? ആ ചോദ്യം ചോദിച്ചാ പോരാ. ഭഗവാനെ, ഇവൻ ഓർഡറിൽ ബോലോറാം. ഇത് കുളമാക്കൂല്ലേ? മോനെ ബോലോറാം. ഇടാ ഇടാ എന്താ ചേട്ടാ? നിന്റെ അച്ഛനെ കുറിച്ച് പറ. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഒരു 150 പേര് വരും എന്നാണ് അമ്മ പറഞ്ഞത്. ഭഗവാനെ, കാണാതെ പഠിപ്പിച്ചിരിക്കണം, അതുപോലെ ഛർദ്ദിക്കണ ചെറുക്കൻ. ഇവൻ എന്തോന്നല്ല ഈ ഉപ്പണ്ട തറവാട്ടിൽ കയറി എന്ന് പറയുന്നത്? ഇവൻ എന്തോന്ന് നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ചിലപ്പോ വരും, ചിലപ്പോ വരില്ല. ചെറുപ്പം ഭ്രാന്താണെന്നൊക്കെ പറയുന്നു. ഞങ്ങളെ പെങ്ങളെ നീ പൊന്നു പോലെ നോക്കൂടാ. ഞാൻ പൊന്നു പോലെ നോക്കും. അത് മതി. പൊന്നു പോലെ നോക്കും ചേട്ടാ. പിന്നെ എന്റെ അണിയൻ ചോദിച്ചാ ഞാൻ കൊടുക്കും. എടാ, നീ ഇപ്പൊ പറഞ്ഞത് നിനക്ക് ബൈക്ക് തന്ന നീ എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ്. എടാ, അവര് ചോദ്യം മാറിയും തിരിഞ്ഞൊക്കെയാണ് ചോദിക്കുന്നത്. നീ ഓർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പറ. എന്താ മോളെ പ്രശ്നം? എന്താന്നൊന്നും അറിയത്തില്ല അമ്മ. അയാൾ എന്തോ പിച്ച് പേയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്ക് നമ്മൾ എങ്ങനെ നമ്മുടെ കൊച്ചിനെ കെട്ടിച്ചു കൊടുത്തു വിടും? കൊടുക്കരുത്, നമ്മളെ കൊച്ചിനെ കെട്ടിച്ച് കൊടുക്കരുത്. അങ്ങനെയല്ല, അമ്മ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് നാൾ അവരുടെ കൂടെ പോയി നിൽക്കുമെന്ന്. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മ കുറച്ച് നാൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? നാലായിട്ട് വലിച്ചു കീറും. നാലായിട്ട് വലിച്ചു കീറിയിട്ട് അവിടെ ഉപ്പും കുരുമുളകും തേച്ചു, എന്നിട്ട് മഴക്കാലത്ത് നാം പൊരിച്ചു തിന്നും. അയ്യോ, അതല്ല. എങ്ങനെയുണ്ട് എന്റെ മലയാളം? എങ്ങനെയുണ്ട് എന്റെ മലയാളം? ഒരു മലയാളം അടിച്ച് കൊല്ലണം. അയ്യോ